കളങ്കാവിൽ കൊളുത്തിയിട്ടുണ്ട് പടം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ നാലിരട്ടി തകർപ്പൻ സിനിമ എന്ന് തന്നെ പറയാം. ഒന്നും നോക്കണ്ട, മസ്റ്റ് വാച്ച്. കൊടുമ്പിരി കൊണ്ട മമ്മൂട്ടി പ്രകടനം, BGM, ഫസ്റ്റ് ഹാഫ് പൊളി, സെക്കൻഡ് ഹാഫ് ഭീകര പൊളി, അതിഗംഭീര സിനിമ. ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ അങ്ങനെ ആദ്യ പ്രദർശനം കഴിഞ്ഞിരിക്കുകയാണ്. ഹെവി 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 ആയിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതാണ് മലയാളം കാത്തിരുന്ന സിനിമ. ഇതിന് മുകളിലേക്കുള്ള സിനിമകൾ ഇനിയും വരണമെന്നുള്ളത് തന്നെയാണ്. അമ്മാതിരി സംഭവം. ഫസ്റ്റ് ഹാഫ് എവിടെ നിർത്തിയോ അതൊരു ഹെവി പോസിറ്റീവ്, എക്സ്ട്രാ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് അതിൻ്റെ 4 മടങ്ങ് ഹെവി ആയിട്ടുള്ള ഒരു സംഭവം. മമ്മൂട്ടി, നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? അതാണ് ഇതിനകത്തിൽ പറയാനുള്ളത്. എത്ര ഗംഭീര നടനാണ്. നിങ്ങളെപ്പോലെ ഒരു നടൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരും. അത്ര സംഭവമായിരിക്കും. നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ്, പക്ഷേ നിങ്ങളെ വെറുത്തു പോകുന്നു ഈ സിനിമ കാണുമ്പോൾ. അത്ര പീക്കായിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ്. അതെ, നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ഒരു സ്പോയിലേഴ്സും ഇല്ലാതെ നമ്മൾ പറയുകയാണ്, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി 2025 മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് തന്നെ ഈ സിനിമ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി പെർഫോമൻസ്, വിനായകൻ പെർഫോമൻസ്, ബാക്കി നമുക്ക് പലരുടെയും പേരറിയില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ അമ്മാതിരി, അതായത് ടോട്ടലി സൂപ്പർ മൂവി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. BGM ഒക്കെ ചിലന്തി വലവിരിക്കുന്ന ഫീല് നമ്മളുടെ നെഞ്ചിലേക്ക് കയറ്റുന്ന, എന്താണോ ഈ ഒരു സിനിമയിൽ ആദ്യം മുതലേ മമ്മൂട്ടി പറഞ്ഞത്, മമ്മൂട്ടി ഓരോ ഇൻ്റർവ്യൂവിലും പറഞ്ഞ അതിന് മുകളിൽ നിൽക്കുന്ന, ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾ ഓരോ ഇൻ്റർവ്യൂവിലും ക്ലൂ തന്നിരുന്നു. അത് തന്നെയാണ് ഈ സിനിമ. ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരാളുടെയും റിവ്യൂ കാണരുതെന്ന് തന്നെയാണ് പറയുന്നത്. നേരെ പോയി സിനിമ കാണുക. പലരും സ്പോയിലേഴ്സ് പറയും, അതായത് സിനിമയിൽ ആ കാര്യം ഈ കാര്യം, ഇൻ്റർവൽ പഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോലും പറയുന്നുണ്ട് ഇൻ്റർവൽ പഞ്ചിൻ്റെ കാര്യം. പക്ഷേ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നുമല്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോവുക. വെറുതെ ഇങ്ങനെയുള്ള ചാനലുകൾ ഒന്ന് കണ്ടിട്ട് അപ്പോൾ ഓഫ് ചെയ്തിട്ട് പോവുക എന്ന് തന്നെ പറയുള്ളൂ. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പടം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതുവരെ മമ്മൂട്ടിയുടെ കരിയറിലെ 435 സിനിമ അഭിനയിച്ച മമ്മൂട്ടി ഒരു നടനെന്ന ലെവലിൽ ഹെവി എക്സ്പ്ലോഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. അത്ര പറഞ്ഞാൽ തീരാത്ത വാക്കുകൾ തന്നെയാണ്. ഇതാണ് നടനാകേണ്ടത്, ഇതാണ് ഒരു നടൻ, ഇതാണ് ഒരു സീനിയർ ആക്ടറിൽ നിന്ന്, ഏതൊരു നല്ല നടനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം. സിനിമയുടെ സ്ക്രിപ്റ്റ് ഗംഭീരം, സ്ക്രീൻ പ്ലേ അതിഗംഭീരം. അതേപോലെ തന്നെ ജിതിൻ കെ ജോസ്, നിങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇത് കയ്യിൽ നിന്ന് പാളിപ്പോവാം, ലാഗ് വരാം, എങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇത്ര ക്രിസ്പി ആയിട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഒരു റിവ്യൂ പറയുമ്പോൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ചോദ്യങ്ങളാണ് വരുന്നത്. അമ്മാതിരി സംഭവമായിട്ടുള്ള ഒരു ചിത്രമാണ്. എന്താണേലും ഒരു പീക്ക് ലെവൽ മലയാളം മൂവി തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. തീർച്ചയായും നിങ്ങൾ മസ്റ്റ് വാച്ച് എന്നുള്ളത് തന്നെയാണ് എൻ്റെ സജഷൻ. അമ്മാതിരി കൊടുമ്പിരി കൊണ്ട അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടുള്ള ഒരു രക്ഷയുമില്ലാത്ത ഒരു നല്ല ചിത്രം എന്ന് തന്നെ പറയാം. അതെ, മമ്മൂട്ടി പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ നമുക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയെ ഒന്ന് പിടിച്ച് വെച്ച് ഇടിക്കാൻ തോന്നുന്ന ഫീല് തോന്നുന്ന പ്രകടനം തന്നെയാണ് കാത്തു വെച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഹെവി പോസിറ്റീവ് തന്നെയാണ് സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ തിയേറ്ററിലേക്ക് പോകാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും ഒക്കെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, ജിതിൻ കെ ജോസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള സംവിധാനം തുടങ്ങി സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് എല്ലാം മനോഹരം. എടുത്തു പറയേണ്ട BGM ചെലന്തി വലയിൽ കുരുക്കുന്ന നമ്മളെ ഈ സിനിമ ആനയിക്കുകയാണ് തിയേറ്ററുകളിലേക്ക്. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്.